ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. 5 വർഷം മുമ്പ് രാജുവിന് മീൻ കച്ചവടമായിരുന്നു തൊഴിൽ. ആ തൊഴിൽ കൊണ്ട് കുടുംബം ഗതിപിടിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് രാജു ഗൾഫിലേക്ക് പറന്നത്. ആരുടെയോ ശുപാർശ കൊണ്ട് ഒരു വലിയ കമ്പനിയിൽ ഓഫീസ് ബോയ് തസ്തികയിലേക്ക് ഇൻ്റർവ്യൂവിന് രാജു വിളിക്കപ്പെട്ടു. മലയാളിയായ HR മാനേജരെ കണ്ടപ്പോൾ രാജുവിന് സമാധാനമായി. എന്നാൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ് എന്ന പടക്കം പൊട്ടും പോലെയുള്ള HR മാനേജറുടെ ചോദ്യം കേട്ടപ്പോൾ രാജു ഒന്ന് പകച്ചുപോയി. പിന്നെ സാവധാനം പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷിൻ്റെ ABCD അറിയില്ല സർ. സോറി മിസ്റ്റർ രാജു, ഇക്കാലത്ത് അല്പസ്വല്പം ഇംഗ്ലീഷൊക്കെ അറിയാതെ ഒരു ഓഫീസ് ബോയുടെ ജോലി പോലും കിട്ടില്ല. ഇംഗ്ലീഷ് അറിയാത്ത ഒരാളെ ജോലിക്ക് നിയമിക്കാനും നിർവാഹമില്ല. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട രാജു പുറത്തേക്ക് നടന്നു. കിട്ടിയിരുന്നെങ്കിൽ 6000 ദിർഹം ശമ്പളം കിട്ടിയേനെ, കുടുംബം കരകയറിയേനെ. ഇങ്ങനെയൊക്കെ ആലോചിച്ച് നടന്നെത്തിയത് ഫിഷ് മാർക്കറ്റിൻ്റെ മുമ്പിലാണ്. ചിരപരിചിതമായ ഗന്ധം മൂക്കിലേക്ക് തുളഞ്ഞു കയറി. അതാ കിടക്കുന്നു നമ്മുടെ മത്തിയും അയിലയും നെത്തോലിയുമൊക്കെ. രാജുവിൻ്റെ കൈ ധരിച്ചു. അറിയാതെ കൈ പോക്കറ്റിലേക്ക് നീങ്ങി. ഇന്നലെ അമ്മായിയുടെ മകൻ തന്ന 50 ദിർഹം കയ്യിൽ തടഞ്ഞു. പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ രാജു 50 ദിർഹത്തിന് മത്തിയും അയിലയും വാങ്ങി പ്ലാസ്റ്റിക് കോട്ടിൽ നിറച്ചു. മലയാളികൾ താമസിക്കുന്ന ഫ്ലാറ്റുകൾ തേടിപ്പിടിച്ച് അവിടെ കയറി ഇറങ്ങി വിൽപ്പന ആരംഭിച്ചു. 1 മണിക്കൂറിനുള്ളിൽ കയ്യിലുള്ള മത്സ്യം മുഴുവൻ വിറ്റു തീർന്നു. മുതൽ കഴിച്ച് 70 ദിർഹം ലാഭം. അന്ന് തന്നെ 2 തവണ കൂടെ രാജു ഫിഷ് മാർക്കറ്റിൽ പോയി വന്നു. രാജുവിന് മനസ്സിലായി ഇതൊരു നല്ല വരുമാന മാർഗമാണെന്ന്. രാജു രാവിലെ ഉണരും. മൊത്ത കച്ചവടക്കാരിൽ നിന്നും നേരിട്ട് മത്സ്യം വാങ്ങി വിൽപ്പന ചെയ്യും. കച്ചവടം അതിവേഗം വളർന്നു. 2 വർഷത്തിനുള്ളിൽ രാജുവിന് ആ മാർക്കറ്റിൽ 4 സ്റ്റാളുകളായി, 5-8 വണ്ടിയായി. ഹോട്ടലുകൾക്കും മറ്റും നേരിട്ട് വിതരണമായി. പിന്നെ ഉണക്കമീൻ്റെ വ്യാപാരവും. 5 വർഷത്തിന് ശേഷം മത്സ്യം, മാംസം, പഴം, പച്ചക്കറി എന്നിവയുടെ മൊത്ത വിപണിയിൽ രാജു ഒരു വ്യവസായ സാമ്രാജ്യം തന്നെ തീർത്തു. ഒരു ദിവസം ഒരു വിദേശ കമ്പനിയുടെ പ്രതിനിധിയുമായുള്ള ചർച്ചയ്ക്കിടയിൽ രാജു തൻ്റെ ഇംഗ്ലീഷ് പരിഭാഷകനുമായി വന്നപ്പോൾ ആ പ്രതിനിധി ചോദിച്ചു, ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായ താങ്കൾ ഇതുവരെ ഇംഗ്ലീഷ് പഠിച്ചില്ലേ? രാജു പറഞ്ഞു, ഇല്ല. അപ്പോൾ ആ പ്രതിനിധി പറഞ്ഞു, അത്ഭുതം തന്നെ. താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ, ഇംഗ്ലീഷ് പരിജ്ഞാനം തീരെയില്ലാത്ത ഒരാൾ ഇത്ര വലിയ സ്ഥാപനം കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് ഏത് നിലയ്ക്കെത്താൻ കഴിയുമായിരുന്നുവെന്ന്? രാജു പറഞ്ഞു, അറിയാം. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്കൊരു ഓഫീസ് ബോയ് മാത്രം ആവാൻ കഴിയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഇല്ലാത്ത കഴിവിനെ ഓർത്ത് നിരാശപ്പെടാതെ ഉള്ള കഴിവിനെ ഫലപ്രദമായി വിനിയോഗിച്ചാൽ നമുക്ക് വിജയം സുനിശ്ചിതം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ വലിയ ആഹ്വാനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങളുടെ അലസത ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാതെ ഞങ്ങളുടെ ജീവിതത്തെ ഇരുളടയ്ക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ദൈവമേ, എല്ലായ്പ്പോഴും ഉത്സാഹമുള്ളവരായി ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്നതായ താലന്തുകൾ ദൈവനാമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.